ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന പാഠാവലി ഫസ്റ്റ് ടൈം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 6 ചോദ്യങ്ങളുണ്ടാവും. 6 ചോദ്യത്തിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം വർണ്ണനയാണ്. മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി, പായലിൻ മീൻ മിഴി പൂട്ടി, നീല കായലിൻ സ്വപ്നമായി സൂര്യൻ. രാത്രിയുടെ വരവിനെ കുറിച്ചാണല്ലോ സച്ചിദാനന്ദൻ വർണ്ണിക്കുന്നത്. വേഗമുറങ്ങൂ എന്ന കവിതയിലെ ആശയങ്ങൾ, പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഉറങ്ങുന്ന പ്രകൃതിയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, രാത്രി പകരം പദം ഏത്? മിഴി, നിശ, പാര്. അപ്പോൾ നമുക്ക് രാത്രി എന്നർത്ഥം വരുന്ന ഏതാണ്? നിശയാണല്ലേ, രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. മിഴി എന്ന് പറഞ്ഞാൽ കണ്ണാണ്, പാര് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഓക്കെ, നമുക്ക് വർണ്ണന ഒന്ന് തയ്യാറാക്കി നോക്കാം. നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിലാവുള്ള രാത്രിയിൽ നാം പ്രകൃതിയിലൂടെ കണ്ണോടിച്ചാൽ പ്രകൃതിയുടെ അവാച്യമായ സൗന്ദര്യത്തിൽ മയങ്ങി നിന്ന് പോകും. നിലാവുള്ള രാത്രിയിൽ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് പ്രകൃതിയെ കണ്ണോടിച്ചാൽ നമ്മളിങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് അതിൽ മയങ്ങി നിന്ന് പോകും. രാത്രിയിൽ ശാന്തവും സ്വസ്ഥവുമായി ഭൂമി തൻ്റെ മക്കളെ മാറോടണച്ച് ഉറക്കുന്നു. കുന്നുകളുടെയും വൃക്ഷത്തലപ്പുകളുടെയും നിഴൽ നീലാകാശത്തിന് മയിലിൻ്റെ ചാരുത പകരുന്നു. നിലാവ് തൻ്റെ മൃദുല കരങ്ങളാൽ ഭൂമിയെ തഴുകുന്നു. വെളിച്ചത്തിൻ്റെ പാൽക്കടൽ തീർക്കുന്നു. എവിടെ നിന്നോ അലയടിച്ചെത്തുന്ന കാറ്റ് കുളിർമയും ഒപ്പം പൂക്കളുടെ സുഗന്ധവും പകരുന്നു. ചാറ്റൽ മഴയ്ക്ക് ഒരു താളമുണ്ട്. പതിഞ്ഞ ഒച്ചയിൽ തുടങ്ങി താളം മുറുകുന്ന വാദ്യമേളം പോലെ അത് പെയ്യുന്നു. ഒരു വലിയ മരം പൂത്തുലഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം ശോഭിക്കുന്നത്. പ്രകൃതിയുടെ താരാട്ടിലുറങ്ങുന്ന മകളുടെ സ്വപ്നങ്ങളിൽ ജീവിതത്തിൻ്റെ പുതുനാമ്പുകൾ പൊട്ടി വിരിയുന്നു. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഒരു വർണ്ണനയാണ്, അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി അടുത്തതൊരു താരതമ്യക്കുറിപ്പാണ്. യുദ്ധവും ക്ഷാമവും കൊണ്ട് ഇരുളിലാണ്ട റഷ്യയിലെ ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ടോൾസ്റ്റോയ് ഒരു യാചകനെ കണ്ടുമുട്ടി. ടോൾസ്റ്റോയ് തൻ്റെ കീശകളിൽ തിരക്കിട്ട് തപ്പി നോക്കിയപ്പോൾ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹായിക്കാനാവാത്തതിനാൽ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധവും വ്യസനവും തോന്നി. അദ്ദേഹം ആ യാചകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊടിയും ചെളിയും പുരണ്ട കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദരാ, എന്നോട് കോപിക്കരുതേ. എൻ്റെ കയ്യിൽ നിനക്ക് തരാനായി ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ ആ യാചകൻ തൻ്റെ മെലിഞ്ഞ മുഖം ഉയർത്തി കണ്ണീർ തൂക്കിക്കൊണ്ട് മൊഴിഞ്ഞു, അങ്ങനെ സഹോദര എന്ന് വിളിച്ചു. അതുമാത്രം മതി എനിക്ക്. പ്രശസ്ത സാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ ഒരു അനുഭവമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച സഹോദര ശ്രുതി എന്ന പാഠഭാഗത്തിലെ സഹോദരന്മാരുടെ കഥയും ടോൾസ്റ്റോയുടെ അനുഭവവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ദേവാലയം വിശുദ്ധിയുടെ ആലയമാണ്, സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ആലയം. നൽകുന്നത് മറ്റൊരാൾ അറിയാതിരിക്കുമ്പോഴാണ് നൽകുന്നവനിൽ മഹത്വമുണ്ടാകുന്നത്. ജ്യേഷ്ഠൻ നന്നാവണമെന്ന് അനുജനും അനുജന് സുഖമുണ്ടാവണമെന്ന് ജ്യേഷ്ഠനും തീരുമാനിച്ചത് പരസ്പരം പറഞ്ഞുകൊണ്ടല്ല. അതാണ് അവരുടെ കർമ്മത്തിൻ്റെ മഹത്വം. ദേവാലയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. സ്നേഹം നൽകൽ മാത്രമാണ്, പകരം വാങ്ങൽ അല്ല. ആ സത്യം തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ സഹോദരന്മാരുടെ ജീവിത സ്ഥലത്തെ ആലയം പണിയാൻ തീരുമാനിച്ചത്. അത് നമ്മൾ പഠിച്ച സഹോദരന്മാരുടെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള കുറിപ്പാണ്. ഇവിടെ ടോൾസ്റ്റോയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് സാധിക്കുന്നത്? കയ്യിൽ പൈസ ഇല്ലെങ്കിലും സഹോദര എന്ന് വിളിച്ച ആ വിളി ആ യാചകന് പൈസയേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളതയാണ് നമ്മളിതിൽ കാണുന്നത്. പ്രവർത്തനം നോക്കാം. പലവട്ടം അവൾ തേങ്ങാക്കൂടിൻ്റെ കീഴറയിലേക്ക് നടന്നു. അവളുടെ ഉടുപ്പ് മഴക്കണ്ണീരിൽ നനഞ്ഞു. കുറേ നാളായി ഈ തേങ്ങായ്കൾ മഴ കൊള്ളുകയാണെന്ന് അവൾക്ക് തോന്നി.
എന്നെ പൈത്യം തേങ്ങാപ്പുര ഒഴിഞ്ഞു കിടക്കുന്നു. തെങ്ങുകൾ അവളോട് ആവലാതി പറഞ്ഞു. എന്തെല്ലാമായിരിക്കാം തെങ്ങുകളും അക്കമ്മയും തമ്മിൽ പറഞ്ഞിട്ടുണ്ടാകുക. സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ വരൂ കുട്ടി, നീ എന്തിനാ മഴ നനയുന്നത്? കുട്ടി: ഞാൻ തേങ്ങ പറക്കാൻ വന്നതാണ്. തെങ്ങ്: എൻ്റെ ചുവട്ടിൽ ഓലക്കുടയുടെ കീഴിൽ വന്ന് നിൽക്കൂ. നിൻ്റെ പേരെന്താണ്? ഇവരെൻ്റെ കുഞ്ഞുങ്ങളാണ്. തെങ്ങുകൾ: കൂട്ടത്തോടെ: അക്കമ്മേ, നീ പോകരുതേ, വരൂ വരൂ. അക്കമ്മ: ഈ തേങ്ങായ് കുഞ്ഞുങ്ങളെല്ലാം നശിക്കുകയാണ്. മഴ നനയാതെ വീട്ടിലെത്തിച്ചിട്ട് വരാം. ഈ കുഞ്ഞുങ്ങൾ മഴ നനയുകയാണ്, നനഞ്ഞാൽ അവർക്ക് പനി വരില്ലേ? തെങ്ങുകൾ: മകളെ, ഈ തേങ്ങായ്കളെ സൂക്ഷിക്കാനുള്ള അറകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. കുറേ കാലമായിട്ട് ആരും അവരെ ശ്രദ്ധിക്കാറില്ല. അക്കമ്മ: ഇനി ഞാൻ നോക്കിക്കോളാം, ഇവരെൻ്റെ കൂടപ്പിറപ്പുകളല്ലേ? തെങ്ങുകൾ: നീ നല്ലവളാണ്. നിന്നെ ദൈവം രക്ഷിക്കട്ടെ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെയും. ഇനി അടുത്തത് വിശകലന കുറിപ്പാണ്. താമരത്തണ്ടറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കും അഴുക്കിഞ്ഞിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണൊരു പ്രാർത്ഥനാ നാളം. നിങ്ങൾ പരിചയപ്പെട്ട ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലെ വരികളാണിത്. വാക്കുകൾ കൊണ്ട് കടമനിട്ട് വരച്ച ചിത്രത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങളെ നമുക്ക് വായിച്ചെടുക്കാനാവുന്നുണ്ടല്ലോ. സ്നേഹത്തിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മുഹൂർത്തമാണവ. ഈ ആശയങ്ങളെ മുൻനിർത്തി സ്വന്തം കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തി മുകളിൽ കൊടുത്തിട്ടുള്ള വരികളുടെ ആശയം വിശകലനം ചെയ്യുക. സ്നേഹസ്പർശം എന്ന അധ്യായത്തിലും സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് പ്രകടമാകുന്നത്. ഊഞ്ഞാൽപ്പാട്ടിലും തേങ്ങ എന്ന കവിതയിലും വേഗമുറമു എന്ന കവിതയിലും പ്രകടമാകുന്നത് സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ തന്നെയാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ വികാരം സ്നേഹമാണെന്ന് ഈ 3 പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹമാണ് എല്ലാ സുന്ദര സംസ്കാരത്തിൻ്റെയും ഉത്ഭവമായി കാണുന്നത്. ഈശ്വരഭക്തിയും സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ നൈർമല്യമാണ് സഹോദര സ്നേഹത്തെ കാണുന്നത്. എന്നാൽ സ്നേഹം നൽകാനും സ്വീകരിക്കാനും പലപ്പോഴും നാം മറന്നു പോകുന്നു. അതാണ് സ്നേഹശൂന്യത. ഇതൊഴിവാക്കിയാൽ ലോകജീവിതം സുഖകരം തന്നെയാണ്.